ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്ത് പറവണ്ണ എന്ന ഭാഗത്താണ്. നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസാണ്. നമുക്കെല്ലാവർക്കും ഒരു വീട് വെക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, കോൺക്രീറ്റ് സ്റ്റെയർ കേസ് വേണോ അതോ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് വേണോ എന്നുള്ളത്. നമുക്കെന്തായാലും ഈ സൈറ്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് നോക്കാം. അത് എങ്ങനെയാണ് ആ ഇൻറ്റീരിയറിൽ എത്രത്തോളം ഭംഗി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. നമ്മളൊരു വീട്ടിലോട്ട് എൻട്രി ചെയ്താൽ നമ്മൾ ആദ്യം വന്നിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലിവിങ് ഏരിയയാണ്. ഈ ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ അടുത്തതായിട്ട് കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു സ്പേസാണ് സ്റ്റെയർ കേസിൻ്റെ സ്പേസ്. ഈ സ്റ്റെയർ കേസിൻ്റെ സ്പേസ്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ വരുന്ന ഒരു പോർഷൻ ഏതാണ്? നമ്മൾ സ്റ്റെയർ കേസാണ്. അതുകൊണ്ടാണ് സ്റ്റെയർ കേസിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് എല്ലാവരും ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് കടന്നു വരുന്നത്. ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസാണ്. നമ്മൾ ഈ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ബീം സ്റ്റെയർ കേസിലാണ്. ഈ സെൻട്രൽ ബീമിൽ നമ്മൾ ഒരു ഫ്രെയിമിൻ്റെ സപ്പോർട്ട് കൊടുത്ത് ഈ ഫ്രെയിമിലാണ് നമ്മൾ വുഡൻ പ്ലാങ്ക്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ GPയുടെ 580 സ്ക്വയറാണ് നമ്മളിവിടെ ഹാൻഡ് റെയിലിംഗ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ സ്ട്രക്ചറൽ വർക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആർക്ക് 3ൻ്റെ GP പൈപ്പുകളാണ്. ശേഷം വുഡായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് മഹാഗണിയുടെ വുഡൻ പ്ലാങ്ക്സ് ആണ്. അതാകുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ഇൻറ്റീരിയറിൽ ആ റെഡിഷ് കളർ ഒന്നുകൂടെ കിട്ടാൻ നല്ലത് മഹാഗണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെയർ കേസിൽ എപ്പോഴും കോമൺ ആയിട്ട് ഈ മഹാഗണി വുഡൻ പ്ലാങ്ക്സ് തന്നെ യൂസ് ചെയ്യാൻ കാരണം. നമുക്ക് ഈ സൈറ്റിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നമ്മളെ ഓണറും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അവരാണ് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ പേര് ഫാറൂഖ്. സ്ഥലം പറവണ്ണ ആലിഞ്ചോട്. ആലിഞ്ചോടാണ് ഈ സ്ഥലം അല്ലേ? ഞാൻ ദുബായിലായിരുന്നു. എൻ്റെ ബ്രദറാണ് ഇത് നോക്കി നടത്തിയതും കാര്യങ്ങളൊക്കെ. അതായത് അവരുടെ മൂത്ത ബ്രദർ ഉണ്ട്, അവരാണ് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കണക്ട് ചെയ്ത് അവരായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റെയറിൻ്റെ കാര്യം ഏട്ടനോട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞത് നമ്മുടെ അടുത്തൊരു ടീമുണ്ട്, അവർ എന്താ പറയുക എനിക്ക് ഇൻട്രൊഡ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു 3D നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ആദ്യം കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രീതിയിലുള്ള കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താനോ ഒന്നുകൂടെ കംഫർട്ടബിൾ എന്താ നിങ്ങൾ ഫീൽ ചെയ്തത്? ശരിക്കും ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു മൊത്തത്തിൽ. അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു ഇവിടെ ടീമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വലിയ അക്സെപ്റ്റഡ് ആയിരുന്നില്ലോ. അപ്പോൾ നിങ്ങൾ 3D കാര്യങ്ങളും കണ്ടപ്പോൾ ഓക്കെ ഇത് ഭംഗിയുണ്ട്, നൈസായി. പിന്നെ നിങ്ങൾ അയച്ചു തന്നതും എനിക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ ആ 3D അതുപോലെ ഇപ്പോൾ ഇവിടെ നടന്നു എന്ന് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും തമ്മിൽ വിഷനിൽ എങ്ങനെയുണ്ട്? അമേസിങ്. രണ്ടും തമ്മിൽ നല്ല സാമ്യതയുണ്ട്. സാമ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അതിലും കുറച്ചും കൂടെ നന്നായിട്ട് നല്ല രീതിയിൽ, ഇപ്പോൾ കോൺക്രീറ്റിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ നിൽക്കുന്നുണ്ട് അല്ലേ? സെൻട്രൽ ബീമിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമർ ഭാഗത്തു നിന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസിനോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം.